സ്വാലിഹീങ്ങളോടുള്ള ബന്ധം എപ്പോഴും ഒരു മനുഷ്യനെ നേരാക്കും. സുന്നത്ത് ജമാഅത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസ്ൽ അതാണ്, അടിസ്ഥാനവും അതാണ്. വമൻ യുഅള്ളിം ശാഇറല്ലാഹി ഫഇന്നാ മിൻ തഖ്വൽ ഖുലൂബ്. എല്ലാവരും ഒരേമാതിരിയല്ല, എല്ലാവരും ഒരേപോലെയല്ല. സുന്നികൾക്ക് മാത്രമുള്ളൊരു പ്രത്യേകത ഉണ്ട്, വേറെ ആർക്കും കാണൂല. ഇപ്പം നമ്മളോടൊരാൾ വന്നിട്ട് ഒന്ന് ദ്വാരപ്പിക്കേണ്ടിയിരുന്നു, നമ്മളിപ്പോൾ എടുക്കാൻ പോകുക എന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടം പോലെ ആളുണ്ട് നമുക്ക്. എന്നാൽ നമ്മളെ സമസ്തൻ്റെ വൈസ് പ്രസിഡൻ്റ് ഉണ്ട്, മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ, അവിടെ ഒന്ന് പോകാം. ഇഷ്ടം പോലെ ആൾക്കാർ നമുക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടാവും. അതേ സമയത്ത് ഒരു മുജാഹിദിനോട് ചെന്നിട്ട് നമ്മൾ ഒന്ന് ദ്വാരപ്പിക്കേണ്ടിയെന്ന് എടുക്കാൻ പോകുക എന്ന് ചോദിച്ചാൽ അത് ഇപ്പോഴേ ജനം ദ്വാരന്നോട് പറയും. അങ്ങനെയാണ്, അത് അങ്ങനെയാണ് സംഗതി. നമുക്ക് മാത്രമല്ല ഉള്ളത്, ദ്വാക്ക് ഇജാബത്തുള്ള ചില ആളുകളുണ്ട് എന്ന് നമ്മുടെ അഖീദയാണ്. ചില ആളുകൾ ദ്വാരന്നാൽ അങ്ങനെ. കണ്ണിയത്ത് ഉസ്താദിൻ്റെ താരീഖിൽ പറയുന്നുണ്ട്, അള്ളാഹു അവരുടെയൊക്കെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. കണ്ണിയത്ത് ഉസ്താദ് ദർസ് നടത്തിയുന്ന പള്ളിയിൽ ഒരു ദിവസം മഴയില്ലായിട്ട് ആകെ വിഷമമായപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് മഴയ്ക്ക് വേണ്ടിയിട്ട് ദ്വാരുന്നു. അങ്ങനെ സംഗതി മഴ പെയ്തില്ല. പിറ്റേ ദിവസം രാവിലെ സുബഹിക്ക് ജമാഅത്തിന് ആൾക്കാരൊക്കെ വന്നപ്പോൾ കമ്മറ്റിക്കാരെ കൂട്ടത്തിൽപ്പെട്ട ഒരു തമാശക്കാരൻ, അങ്ങനെ ഉണ്ടാവുമല്ലോ ചില ആൾക്കാർ, ഒരു തമാശ, മൂപ്പരിങ്ങനെ കാലിൻ്റെ വിരൽ മാത്രം കുത്തിയിട്ട് ഇങ്ങനെ നടന്നു. അപ്പോൾ ഒപ്പം വരുന്ന ആൾക്കാർ ചോദിച്ചു, എന്താ ഇങ്ങനെ നടക്കണമെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, മഴ കണ്ട് പെയ്തിട്ട് ചളിയോണ്ടേ നടക്കാൻ വെച്ചായിട്ട്. ഇതറിഞ്ഞു കണ്ണിയത്ത് ഉസ്താദ്. ഇങ്ങനെ പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ പറഞ്ഞു, പടച്ചോനെ, കണ്ണിയത്ത് അഹമ്മദ് ഇഞ്ഞി ഈ പള്ളിയിൽ ദർസ് നടത്തണമെങ്കിൽ ഇന്നലെ രാത്രി ഞാൻ ചോദിച്ചു, എന്നാൽ മഴ തന്നിട്ടേ ദർസ് എടുത്തുള്ളൂ പറഞ്ഞു. മഴ പെയ്തു. അങ്ങനെ ദ്വാക്ക് ജാപത്തുള്ള വാക്കിന് ബലമുള്ള ആളുകൾ മുൻപ് കഴിഞ്ഞു പോയി. അവരൊക്കെ നമ്മൾ ഇങ്ങനെ കൊണ്ടുനടക്കും എന്നുള്ളതാണ് നമ്മുടെ വലിയൊരു പ്രത്യേകത. ഒരു സംഘടനയുടെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ആ സംഘടനക്ക് നിലവിൽ നേതൃത്വം നൽകുന്നവരും നേതൃത്വം നൽകി മൺമറഞ്ഞു പോയവരുമായ ആളുകളുടെ ബറക്കത്താണ് ഉണ്ടായിരിക്കുക. ഇപ്പം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒന്ന് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പ്രത്യേകത എന്താണോ അതാണ് സമസ്തൻ്റെ പ്രത്യേകത. വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് എന്താ പ്രത്യേകത? ഒരു മനുഷ്യന് ദുന്യാവിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയുന്ന ആത്മീയ ഉന്നതികളുണ്ട്. ഒന്ന് നബിയാകുക, പിന്നൊന്ന് സയ്യിദാകുക, പിന്നൊന്ന് വലിയാകുക, പിന്നൊന്ന് ആലിമാകുക, പിന്നൊന്ന് ആബിദാകുക, പിന്നൊന്ന് ദ്വാക്ക് ജാപത്തുള്ള ആളാകുക, പിന്നൊന്ന് സൗന്ദര്യമുള്ള ആളാകുക, പിന്നൊന്ന് സമ്പത്തുള്ള ആളാകുക. ഇതൊക്കെ ഒരു മനുഷ്യന് ദുന്യാവിൽ നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്ന കുറേ കാര്യങ്ങളാണ്. ഇതിൽ നുബുവത്ത് എന്ന് പറയുന്നത് അധ്വാനിച്ചാൽ കിട്ടൂല, പൈസ കൊടുത്താലും കിട്ടൂല. നുബുവത്ത് പൈസ കൊടുത്തിട്ട് വാങ്ങാൻ കഴിയൂലല്ലോ. ഷിയാക്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്നാ. ഷിയാക്കളിൽ ഒരു വിഭാഗം, എല്ലാവരും അല്ല, ഒരു വിഭാഗം നുബുവത്ത് ശരിക്കും അലി റളിയല്ലാഹു അൻഹുവിന് കിട്ടേണ്ടതായിരുന്നു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം അലി റളിയല്ലാഹു അൻഹുവിന് നുബുവത്ത് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോൾ വൈക്ക വെച്ചിട്ട് മുഹമ്മദിനെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം മുഹമ്മദ് അലിയാരങ്ങനെ സോപ്പിട്ടിട്ട് മോളെ അലി റളിയല്ലാഹു അൻഹുവിനെ കെട്ടിച്ചു കൊടുത്തുങ്ങാണ്ട് നുബുവത്ത് സ്വന്തമാക്കി നബിയായി എന്ന്. എല്ലാവരും അല്ല കേട്ടോ, അപൂർവ ആൾക്കാരാണ്. ഷിയാക്കളിൽ അങ്ങനെ വാദമുള്ള ആൾക്കാർ വരെ ഉണ്ട്. ഇപ്പോൾ പുതിയൊരു വിവാദം വരുന്നുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കൊന്നതാണ് പുതിയ വാദ. സർവമത സത്യവാദക്കാർ പുതിയ ഒരു ടീം ഇറങ്ങിയിട്ടുണ്ട്. ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ സജീവമായിട്ടുണ്ട്. പറഞ്ഞു കേട്ടാൽ നമുക്കും ചിലപ്പോൾ അങ്ങനെ തോന്നും. ഇബ്നു അബി ഷൈബ ഷുഅബുൽ ഈമാനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും, പടച്ചോനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നാവോ, മൗലവിമാർ മറച്ചു തെറ്റാന്നാവോ എന്നൊക്കെ തോന്നും ചിലപ്പം പറഞ്ഞു കേട്ടാൽ. അങ്ങനെ തോന്നും. അങ്ങനെ തോന്നുന്ന രൂപത്തിലാണ് പറയണേ. വെറുതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ലവലേശം സംശയം ഒരാളുടെ കൽബിൽ കടന്നാൽ
മറുപടി കിട്ടുന്നതിന് മുമ്പേ ഈമാൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതിനാണ് ഈ പരിശ്രമം. നബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഇഷ്കാല് മനസ്സിലുണ്ടാക്കി തീർക്കുക. അതുണ്ടായാൽ മറുപടി പിന്നീടാണ് കിട്ടുക, ഈമാൻ അതിന് മുമ്പ് പോകും. അതാണ് സംഗതി. അപ്പം അതുകൊണ്ട് ഈമാൻ എപ്പോഴും നമ്മൾ ഉറപ്പിച്ച് നിർത്തണം. പുതിയ പുതിയ വിവാദങ്ങളും സംശയങ്ങളും ഒന്നിലും യാഥാർത്ഥ്യമില്ല, വെറുതെ പറയണതാണ്. അങ്ങനെ പറയുന്നേ, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെയാണ് പറഞ്ഞു വെക്കുക. കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇന്നാൾ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറയാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ പറയണേ? നമ്മളിപ്പോൾ ഒരു പുതിയ കഥ ഉണ്ടാക്കിയാണ്ടാണ് പറഞ്ഞു. 2 കൊല്ലം കഴിഞ്ഞിട്ട് 2 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പഠന റിപ്പോർട്ടിൽ ഇങ്ങനെ പുറത്തു വന്നിട്ടുണ്ട് എന്ന് പറയാം. അതാണ് പരിപാടി. ഇങ്ങനെ ഉണ്ടാക്കുന്ന പരിപാടികളാണ്. അതിന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വളരെ ആസൂത്രിതമായ ശ്രമം നടത്തുന്നു. അവർ തന്നെ അറബിയിൽ പല ഗ്രന്ഥങ്ങളും എഴുതിയുണ്ടാക്കുന്നു. അത് കുറേ കാലം മുമ്പുള്ള ഗ്രന്ഥമാണെന്ന് അവർ പ്രചരിപ്പിക്കുന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് ആ ഗ്രന്ഥത്തിൽ ഇങ്ങനെയുണ്ട് എന്ന് പറയുന്നു. ഒക്കെ ചെയ്യുന്നത് ഒരേ കൂട്ടർ. ഇസ്ലാമികമായ ആധികാരിക ഗ്രന്ഥങ്ങളിലൊന്നും അങ്ങനൊരു വിഷയമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ തൊട്ടുമുമ്പ് വേറൊരു വിവാദം ഉണ്ടായിരുന്നു. ഒരിക്കൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുറച്ച് കള്ള് കൊണ്ടുവന്ന് കൊടുത്തു എന്നാണ്. അപ്പം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, ഇത് കൊണ്ടുവരുന്നത് ആരും കണ്ടിട്ടൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞു, ഇല്ല നബിയെ, ഞാനത് ഇല കൊണ്ട് മറച്ചു പിടിച്ചാണ് കൊണ്ടുവന്നിരുന്നത് എന്ന് പറഞ്ഞു. എന്നങ്ങോട്ട് കാട്ടിക്കാന്ന് പറഞ്ഞാണ്ട് വാങ്ങിങ്ങാണ്ട് കുടിച്ചു എന്നാണ് വിവാദം. ഇതൊരു കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, അന്നത്തെ കാലത്തേറ്റപ്പം അങ്ങനെ ഉണ്ടായോന്നാവോ എന്ന് തോന്നിയാൽ ഈമാൻ്റെ ബലം കുറയാണ്. സത്യത്തിൽ എന്താ ഉള്ളത്? സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് വളച്ചൊടിച്ചതാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തൻ്റെ സഹീലും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സഹീലും ഉദ്ധരിച്ചൊരു ഹദീസുണ്ട്. ഒരിക്കൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈത്തപ്പഴത്തിൽ നിന്നെടുക്കുന്ന ഒരു പാനീയത്തെ കൊണ്ടുവന്ന് കൊടുത്തു. അസീർ എന്നാണ് അതിന് പറയുക. ഇന്ന് അസീർ എന്ന് പറഞ്ഞാൽ ജ്യൂസാണ്. പക്ഷെ അന്ന് അതിന് ജ്യൂസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഈ ജ്യൂസിൻ്റെ സിസ്റ്റം അന്നില്ല. അതുകൊണ്ട് ഈത്തപ്പഴത്തിൽ നിന്നെടുക്കുന്ന കുടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാനീയത്തെ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുത്തു. ആ പാനീയം പലതുമാക്കി മാറ്റാറുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് തെങ്ങിൽ നിന്ന് കള്ളുണ്ടാക്കും, അതിൽ നിന്ന് സുർക്കുണ്ടാക്കും, അതിൽ നിന്ന് ശർക്കര ഉണ്ടാക്കും, പല സാധനങ്ങളുണ്ടാക്കും. എന്നതുപോലെ ഇതിൽ നിന്ന് പലതും ഉണ്ടാക്കൽ പതിവുണ്ട്. ഈ പാനീയം വെയിലത്ത് വെച്ച് അത് ചൂടാകുന്ന സമയത്ത് നൊരയും പതയും വരികയും അങ്ങനെ അത് പുളിച്ച് കേടുവന്ന് കള്ളാക്കി മാറ്റി ഉപയോഗിക്കുകയും ചെയ്യൽ പതിവുണ്ട്. അങ്ങനത്തെ ഒരു പാനീയം ഈത്തപ്പഴത്തിൽ നിന്നെടുത്ത് ഒരാൾ നബി തങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫായ നബി തങ്ങൾ ചോദിച്ചു, സഹോദരാ, ഇത് വെയിൽ കൊണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ വേറൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ ആ സഹാബി വര്യൻ പറഞ്ഞു, ഇല്ല നബിയേ, ഞാനത് കൊണ്ടുവന്നപ്പോൾ പോലും വെയിൽ തട്ടാതിരിക്കാൻ വേണ്ടി ഇല കൊണ്ട് മറച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ വാങ്ങി കുടിച്ചു എന്നാ സ്വയ്യായ ഹദീസാണ്, വളച്ചതാണ്. അങ്ങനെ ഓരോ സാധനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കുക. ഒരിക്കൽ ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നപ്പോൾ അവിടെ സുന്ദരിയായ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. നബി തങ്ങളെ കണ്ടപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ആട്ടിടയൻ്റെ കൂടെ ശയ്യ പങ്കിടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൂടെയുണ്ടായിരുന്ന അനുചരന്മാരോട് അവൾക്ക് വേഗത്തിൽ ഒരു കൂട്ട് ഡ്രസ്സ് വാങ്ങിക്കൊടുത്ത് തിരിച്ചയക്കുക എന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേൾക്കുമ്പോൾ എന്താ നമുക്ക് തോന്നുക? ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ നല്ല ചൊറുക്കുള്ളൊരു പെൺകുട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. നബി തങ്ങളെ കണ്ടപ്പോൾ ഒരു ആട്ടിടയൻ്റെ കൂടെ ഞാൻ കടന്നുറങ്ങൂല എന്ന് പറഞ്ഞപ്പോൾ ഒരു കൂട്ട് വസ്ത്രം വാങ്ങിക്കൊടുത്താണ് പറഞ്ഞയച്ചാളി എന്ന് പറഞ്ഞു. എന്ന് പറയുമ്പോൾ ഞാൻ, എന്നാൽ ഈ പറയണവരെന്തേലും പറയണുണ്ടോ എന്നിട്ടില്ലേനും,
ഇതിന് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു വേണ്ടാത്തത് തോന്നിയാൽ ഈമാൻ പോവും. എന്തെങ്കിലും സംഭവിച്ചോ നാവ പടച്ചോനെ അക്കാലത്ത് എന്തെങ്കിലും തോന്നിയാൽ ഈമാനാണ് പോവുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടാവുന്ന നേരിയ സംശയം പോലും ഈമാനിനെ ബാധിക്കും. സംഭവം എന്താ? സംഭവം ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്ത് വന്നപ്പോൾ മദീനയിൽ ജീവിച്ചിരുന്ന ഒരാൾ അയാളുടെ മോളോട് പറഞ്ഞു, മോളെ, മദീനത്തെ രാജാവ് ഒരു കല്യാണാലോചന നടത്തുന്നുണ്ട്, ഞാൻ പറ്റുകയാണെങ്കിൽ അന്നെ മൂപ്പർക്ക് കെട്ടിച്ചു കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അതിന് മോള് പറഞ്ഞു, ആയിക്കോട്ടെ, രാജാവിനെ കൊണ്ടല്ലേ, എന്താ ഇപ്പോൾ കുഴപ്പം? ഇയാളെ മനസ്സിലുള്ള രാജാവ് നബി തങ്ങളായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബിനോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ മോളങ്ങ് കെട്ടിച്ചു തരാറുന്നു. ആയിക്കോട്ടെ പറഞ്ഞു. അങ്ങനെ കെട്ടിച്ചു കൊടുത്തു. ഞാൻ എൻ്റെ മാളങ്ങ് കെട്ടിച്ചു തന്നു, ഞാൻ സ്വീകരിച്ചു എന്നും പറഞ്ഞു. കണ്ടിട്ടൊന്നുമില്ല. ഈ പെണ്ണിനെ നബി തങ്ങളൊന്ന് കാണാൻ തീരുമാനിച്ചു. അങ്ങനെ കല്യാണം, പുതിയാപ്പള വരവും പെണ്ണ് കാണലും നിക്കാഹും എല്ലാം കൂടി നടക്കണ ഓഡിറ്റോറിയമാണ് ഈത്തപ്പനത്തോട്ടം. അന്ന് കല്യാണം നടക്കൽ ഈത്തപ്പനത്തോട്ടത്തിലാണ്. അന്നത്തെ ഓഡിറ്റോറിയം അതാണ്. അന്ന് അങ്ങനെയാണ് കല്യാണം നടക്കൽ. വെള്ളമൊക്കെ ഉണ്ടാവും, തണലുണ്ടാവും, സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. ആണ് ആദ്യമായി നബി തങ്ങളെ കാണുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അങ്ങനെ ആലോചിച്ചു, എൻ്റെ വാപ്പനോട് മദീനത്തെ രാജാവ് എന്നുള്ള പറഞ്ഞത്, ഇത് രാജാവൊന്നും അല്ലല്ലോ എന്നുള്ള വിവരം പറഞ്ഞത് നബി തങ്ങൾ അറിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറഞ്ഞു, അവൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇരിക്കാനുള്ള വസ്ത്രം വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ത്വലാഖ് ചൊല്ലി എന്നാണ് സംഭവം. അതായത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയും ഒരുമിച്ച് ജീവിച്ചിട്ടില്ല. നിക്കാഹ് എന്ന് പറഞ്ഞൊരു വാക്കടപാട് നടന്നതുകൊണ്ട് ഇതൊക്കെയുള്ള വസ്ത്രം കൂടി ഏറെ കൊടുത്തു എന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള സംഭവം. ഇങ്ങനെ ചില സംഭവങ്ങളെ വളച്ചൊടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിലാക്കി മാറ്റുക എന്നതാണ് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന രീതി എന്ന് പറയുന്നത്. എന്താ പറയാൻ കാരണം, നുബുവത്ത് ഒരു മനുഷ്യനെ അധ്വാനിച്ചാൽ കിട്ടുന്നതല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും മെനക്കെട്ടാൽ കിട്ടും. ആലിമാകാൻ അധ്വാനിച്ചാൽ പറ്റും, ആബിദാകാൻ, വലിയാകാൻ, സൂഫിയാകാൻ, ദ്വാക്കിജാപത്തുള്ളവനാകാൻ. എന്നാൽ ഇതൊക്കെയാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ. നബിയുടെ താഴെയുള്ള എല്ലാം സയ്യിദാണ്, ആലിമാണ്, വലിയാണ്, ആബിദാണ്, എല്ലാമാണ്. അതിൻ്റെ പുറമെ മഹാനവറുകൾ കണ്ണൂർ അറക്കൽ മുസ്ലിം രാജവംശത്തിൻ്റെ കൊട്ടാരത്തിലെ വലിയ ശമ്പളമുള്ള ജോലിക്കാരനാണ്. കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് യാത്ര ചെയ്യാൻ കൊട്ടാരം വകയായി സ്വന്തമായി മഞ്ചലുണ്ടായിരുന്ന ആളാണ്. കോഴിക്കോട് നിന്ന് കണ്ണൂരെത്തുന്നതിൻ്റെ ഇടയിൽ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി റോഡ് സൈഡിൽ കൊട്ടാരത്തിൻ്റെ വകയായി ഇളനീര് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തിൻ്റെ കുറവുള്ളത്? ആ കാലഘട്ടത്തിലെ ഔലിയാക്കളിൽ പ്രധാനിയുമാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ. സമസ്തയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് എന്താ പ്രത്യേകത? അതന്നെയാണ്. നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതുമാണ്. മഹാനായ ശൈഖുന ശംസുൽ ഉലമാഇ റഹിമഹുല്ലാഹ്, നമ്മൾ തവസ്സുൽ ബൈത്തി അല്ലേ, മഹത്തുക്കളായ മുൻഗാമികളായ സാലിഹീങ്ങളെ പറയാന്നുള്ളത് നമ്മളുടെ സുന്നികളുടെ വലിയൊരു പ്രത്യേകതയാണ്. സാലിഹീങ്ങളെ നമ്മളല്ലാതെ പറയും. അതെന്താ സാലിഹീങ്ങളെ പറയൽ? അമ്പിയാക്കളെ പറയൽ ഇബാദത്തും സാലിഹീങ്ങളെ പറയൽ കഫാറത്തുമാകുന്നു. ദിക്റുൽ അംബിയാഇ ഇബാദത്തുൻ വദിക്റുസ് സാലിഹീന കഫാറത്തുൻ. അവിടെ ദിക്ർ എന്നതിന് മൂന്നർത്ഥങ്ങളാണുള്ളത്. ഒന്ന്, സാലിഹീങ്ങളുടെ പേര് പറയൽ, അത് വലിയൊരു പുണ്യമുള്ള കാര്യമാണ്. വെറുതെ അങ്ങനെ ഇരുന്നപ്പോൾ തസ്ബീഹ്മാലെടുത്തിട്ട് മമ്പർത്ത് തങ്ങൾ പാപ്പ, മമ്പർത്ത് തങ്ങൾ പാപ്പ, മമ്പർത്ത് തങ്ങൾ പാപ്പ എന്ന് പറഞ്ഞാൽ കൂലിട്ടും. സാലിഹീങ്ങളുടെ പേര് പറഞ്ഞാൽ കൂലിട്ടും. അതാണ് മജ്ലിസുന്നൂറ്. സാലിഹീങ്ങൾ, ബദരീങ്ങൾ എന്ന് പറഞ്ഞത് സാലിഹീങ്ങളാണ്.
ബദരീങ്ങളായതിനാൽ സ്വാലിഹീങ്ങൾ ആയതല്ല. ബദരീങ്ങൾ സ്വാലിഹീങ്ങൾ ആയതിനാൽ ബദരീങ്ങൾ ആയതാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോയെന്നറിയില്ല. ചിലപ്പോൾ നമുക്കിങ്ങനെ തോന്നി ഒരു ബദറുണ്ടെങ്കിൽ ഒന്ന് പോയോക്കായിരുന്നു എന്ന്. കാരണം എളുപ്പം സ്വർഗത്തിൽ കണ്ട് പോകാലോ. അങ്ങനെ എല്ലാവരും എളുപ്പമല്ല നമുക്ക് വേണ്ടേ. അങ്ങനെ ബദരീങ്ങൾ ബദറിൽ പങ്കെടുത്തതിനാൽ സ്വാലിഹീങ്ങളായതല്ല, ബദരീങ്ങൾ സ്വാലിഹീങ്ങൾ ആയതിനാൽ അവർക്ക് ബദറിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായതാണ്. അതുകൊണ്ട് ഒരു മനുഷ്യന് സ്വാലിഹാവാനുള്ള എളുപ്പവഴിയാണ് സ്വാലിഹീങ്ങളുമായിട്ടുള്ള ബന്ധം. അപ്പോൾ ശംസുൽ ഉലമയെ നമ്മളെപ്പോഴും കേൾക്കും, നമ്മളെപ്പോഴും പറയും, ശംസുൽ ഉലമയെ തവസ്സുൽ ചെയ്യും. ശംസുൽ ഉലമ റഹിമഹുല്ലാ ഒരേ സമയത്ത് എല്ലാ കാര്യങ്ങളും കൊണ്ടു നടന്നിട്ടുള്ള വലിയൊരു കുത്തുബായിരുന്നു. അങ്ങനെ അപൂർവ ആൾക്കാരുണ്ടാകുക. ഗൗസുൽ സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് ജീവിക്കണത്. ഹിജ്റ 470 നമ്മളിപ്പോൾ ഏകദേശം ഹിജ്റ 1500 എത്തി. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ്. അന്ന് സ്വന്തമായി ചരക്ക് കപ്പലുള്ള മുതലാളിയാണ് ഗൗസുൽ ആദം. സ്വന്തമായിട്ട് 1000 കൊല്ലം മുമ്പ് സ്വന്തമായിട്ട് കപ്പലുള്ള ആൾ. അതാണ് ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. 65 കൊല്ലം മഹാനവറുകൾ കച്ചവടം ചെയ്തിട്ടുണ്ട്. നല്ല പൈസക്കാരനാണ്. സ്വന്തമായി കപ്പലുണ്ടായിരുന്നു, ഇഷ്ടം പോലെ ജോലിക്കാരുണ്ടായിരുന്നു. 4 അബ്ബാസിയ ഭരണാധികാരികൾക്കൊപ്പം മഹാനവറുകളുടെ കാലഘട്ടത്തിൽ 4 അബ്ബാസിയ ഭരണാധികാരികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ 4 അബ്ബാസിയ ഭരണാധികാരികൾക്കൊപ്പം ഭരണകാര്യങ്ങളിൽ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ആളാണ് ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. 40 വർഷം മതപ്രഭാഷണം നടത്തിയിരുന്ന ഒരു പ്രഭാഷകനാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. ഇത് പുറത്തൊക്കെ ഇങ്ങനെ ആകുന്നതിൻ്റെ കൂടെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ള ഗൗസ് എന്ന സ്ഥാനത്തിരിക്കുന്ന ആളുമാണ്. അങ്ങനെ അപൂർവ ആൾക്കാരെയാണ് കാണുക. ദുന്യാവിൻ്റെ കാര്യത്തിലുണ്ട്, ആഖിറത്തിൻ്റെ കാര്യത്തിലുണ്ട്. അങ്ങനെ അപൂർവ ആൾക്കാരെ കാണുക. അത്തരത്തിൽ എല്ലാ വിഷയങ്ങളിലും ഇടപഴകുന്നതോടൊപ്പം സ്വകാര്യ ജീവിതം ഇലാഹായ അള്ളാഹുവിന് സമർപ്പിച്ച വലിയൊരു മനുഷ്യനാണ് ശൈഖുനാ ശംസുൽ ഉലമാ റഹിമഹുല്ലാ. ഒരു മനുഷ്യൻ്റെ ജീവിതം ശരിയോ തെറ്റോ എന്നളക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം മൗത്ത് എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കലാണ്. ഹദീസിലുണ്ടല്ലോ, ഉദ്കുറു മഹാസിന മൗത്താക്കും, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഗുണഗണങ്ങൾ നിങ്ങൾ പറയണേ. അതിന് 2 അർത്ഥമുണ്ട്. ഒന്ന് ഗുണമാണ് പറയേണ്ടത്, അല്ലാത്തത് മരിച്ചവരെ പറ്റി പറയാൻ പാടില്ല. ഇതാണ് ഒരർത്ഥം. രണ്ടാമത്തെ ഒരർത്ഥമുണ്ട്, മരിച്ചവരെയാണ് പറയേണ്ടത്, ജീവിച്ചിരിക്കുന്നവരെ പറയാൻ പറ്റൂല. ജീവിച്ചിരിക്കുന്ന ആളുകളെ മദ്ഹ് ചെയ്യൽ ഗുണമുള്ള കാര്യമല്ല, അത് ആരെയാണെങ്കിലും ശരി. അതേസമയത്ത് മരിച്ചവരെയാണ് പറയേണ്ടത്. എന്താ മരിച്ചവരെ പറയാൻ കാരണം? മരണത്തോടു കൂടെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് തീരുമാനിക്കാൻ കഴിയുക. എങ്ങനെ തീരുമാനിക്കുക? മരണം നോക്കിയിട്ടാണ് തീരുമാനിക്കുക. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ദ്വാരക്കുന്നത്, പടച്ചോനെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. അള്ളാഹു നമ്മളൊക്കെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. സംഗതി മജ്‌ലിസ് നൂർ ചൊല്ലിയാൽ കാൽമുട്ടിൻ്റെ വേദന മാറുകയൊക്കെ ചെയ്യും. മജ്‌ലിസ് നൂർ ചൊല്ലിയാൽ ഊരവേദനയും മാറും. മജ്‌ലിസ് നൂർ ചൊല്ലിയാൽ ഗൾഫിലുള്ള കുട്ടികൾക്ക് ജോലിയും ശരിയാവും. മജ്‌ലിസ് നൂർ ചൊല്ലിയാൽ അയവക്ക് സ്ഥലം കൊടുത്തതിൽ ബാക്കി കിട്ടാനുള്ള കായ് കിട്ടും ചെയ്യും. പക്ഷേ മജ്‌ലിസ് നൂർ അതിനുള്ളതല്ല. സംഗതി അതൊക്കെ നടക്കും. മജ്‌ലിസ് നൂർ എന്തിനുള്ളതാ? ദാഹം മൗത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിയിടും,
നേരം ലൈനവനാട്ടുവാൻ ബദിരിങ്ങളാൽ തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിനുള്ളതാണ്. മരിക്കുമ്പോൾ ഹുസ്നുൽ ഖാത്തിമ സ്വാലിഹീങ്ങൾക്കുള്ളതാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് സൂഉൽ ഖാത്തിമ, നല്ല മരണം, ചീത്ത മരണം. നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നല്ലവൻ്റെ മരണത്തെയാണ് നല്ല മരണം എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, ഒരു മനുഷ്യൻ്റെ മരണം മറ്റുള്ളവരോട് പറയാൻ കഴിയുന്ന തരത്തിൽ ആയിത്തീരുന്നതിനെയാണ് നല്ല മരണം എന്ന് പറയുന്നത്. ഹുസ്ൻ എന്ന് പറഞ്ഞാൽ ഭംഗി എന്നാണ് അർത്ഥം. ഹുസ്നുൽ ഖാത്തിമ എന്ന് പറഞ്ഞാൽ ചൊറുക്കുള്ള മരണം. എന്താ ചൊറുക്ക്? ചൊറുക്ക് എന്ന് പറഞ്ഞാൽ വർണ്ണിക്കാൻ കഴിയലാണ് ചൊറുക്ക്. വാപ്പ മരിച്ചു. വാപ്പ മരിച്ചോടത്ത് ചെന്ന് മോനോട് ചോദിച്ചു, എന്തടാ വാപ്പാക്ക് ദണ്ണം? അതിൽ പറഞ്ഞു, കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവിലെ മരിച്ചവർക്കൊരു യാസീനൊക്കെ ഓതി. സാധാരണ വാപ്പ ആഴ്ചയിലൊരു ദിവസം ഒരു മങ്കൂസ്മര് തോതലുണ്ട്, അതും ഓതി. ഹദ്ദാദ് റാത്തീബ് ചൊല്ലി, ഇഷ കഴിഞ്ഞ് ഇഷ നിസ്കരിച്ച് ചോറയിച്ച് മൂത്രയിച്ച് ഒലുണ്ടാക്കിങ്ങാണ്ട് കിടക്കാൻ പോയോടുത്തുനിന്ന്, കുട്ടികളെ എനിക്ക് നെഞ്ഞത്ത് കൂടി ഒരു വേദന എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചെന്ന് കട്ടിലുമൊക്കെ ഇങ്ങനെ പടിഞ്ഞാട്ട് തിരിച്ചിങ്ങാണ്ട് എടുത്തിടത്തിയപ്പോൾ സംസം വെള്ളം വേണമെന്ന് പറഞ്ഞ് ഉമ്മ വേഗം പോയിങ്ങാണ്ട് കുറച്ച് സംസം വെള്ളം കൊടുന്ന് 3 മുറുക്കൺ കുടിച്ചിട്ട് കട്ടിലുമ്മേൻ കടന്നുങ്ങാണ്ട് 3 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കണ് ചെല്ലിങ്ങാണ്ട് പിന്നൊരു വലി ഇങ്ങനെ വലിച്ചു. പിന്നെ വാപ്പ മുണ്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ സംഗതി വാപ്പ മരിച്ചു എന്നാണ് പറയണത് വെച്ചാലും പറയണതിനൊരു കോലുണ്ട്. അതിൻ്റെ പേരാണ് ഹുസ്നുൽ ഖാത്തിമ. ഒരാൾ മരിച്ചോടത്ത് വന്നിട്ട് എന്തേ മൂപ്പർക്ക് ദണ്ണെന്ന് ചോദിച്ചു. അതൊന്നും ഇപ്പോൾ പറയണ്ട എന്ന് പറഞ്ഞാൽ മനസ്സിലായി പറയാൻ പറ്റുന്ന കോലത്തിലല്ല. മരണം പറയാൻ പറ്റുന്ന രൂപത്തിലാകുന്നതിനാണ് ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം എന്ന് പറയുന്നത്. മരണം പറയാൻ കഴിയാത്ത രൂപത്തിലാകുന്നതിനാണ് സൂഉൽ ഖാത്തിമ, ചീത്ത മരണം എന്ന് പറയുന്നത്. ശംസുലുലമയെ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാണ്, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് ശംസുലുലമയുടെ വഫാത്ത്. അള്ളാഹു അവരുടെ എല്ലാം കൂടെ നമ്മുടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. സ്വാലിഹീങ്ങളെ പിന്തുടരാനാണ് സ്വലാഹിയത്തിലേക്കുള്ള എളുപ്പവഴി. നല്ലവരെ തുടർന്നാൽ നന്നാവും, ചീത്തവരെ തുടർന്നാൽ കേടുവരും. ഇന്നമാ മസലുൽ ജലീസി സ്വാലിഹി വസ്സുഇ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കിരി. ഹബീബുനാ റസൂലുള്ളാഹി നല്ല കൂട്ടുകാരൻ്റെയും ചീത്ത കൂട്ടുകാരൻ്റെയും ഉദാഹരണം റിയാദുസ് സ്വാലിഹിൽ ഹദീസാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നത് 2-3 ഘടകങ്ങളാണ്. ഒന്ന്, ഭാര്യയ്ക്ക് ഭർത്താവ്, ഭർത്താവിന് ഭാര്യ. 2, ഒരു മനുഷ്യൻ്റെ കൂട്ടുകാർ. അൽ മർഉ അലാ ദീനി ഖലീലിഹി ഹബീബുനാ റസൂലുള്ളാഹി. മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു. ഒരു മനുഷ്യനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ കൂട്ടുകാരനെ അന്വേഷിക്കും. ഇപ്പം നമ്മളെ മോൾക്കൊരു കല്യാണം അന്വേഷിക്കാമെന്ന് വിചാരിക്കുക. ഏകദേശം പറ്റാവുന്നൊരു കല്യാണം വന്നാൽ ഔദ്യോഗിക അന്വേഷണത്തിന് മുമ്പ് നമ്മൾ അസർ നിസ്കരിക്കാൻ പോലെ പെരൻ്റെ അടുത്തുള്ള നിസ്കാര പള്ളിയേക്കൊന്ന് പോകും, ആരും അറിയാതെ മോട്ടോർ സൈക്കിളിൽ. എന്നിട്ട് അവിടുന്ന് അസർ നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ പള്ളീൻ്റെ അടുത്തുള്ളൊരു ചായപ്പീടി ഉണ്ടാവും. അവിടെ കയറിയിട്ട് മധുരമില്ലാത്തൊരു ചായയും മധുരമുള്ളൊരു കടിയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവിടെ അങ്ങനെ ചായ കുടിച്ചിരിക്കണ കുറേ ആൾക്കാരുണ്ടാവും. അവരോട് ചോദിക്കും,
നമ്മളെ അബ്ദുറഹ്മാൻ ഹാജിയുടെ മൂത്ത മകൻ സുലൈമാനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ ഓല് പറയും ചെറുക്കനൊന്നും തിരക്കടില്ല, നല്ല ചെറുക്കനാണ്, കുടുംബം നോക്കാനൊക്കെ പറ്റുവനാണ്, നല്ല അധ്വാനിക്കും, ഓൻ്റെ ചെങ്ങായിമാരൊന്നും ഒരു ബൗസില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായി സുലൈമാനും ബൗസില്ലാന്ന്. അൽമർ അലാ ദീനി ഖലീലിഹി, മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് ഒരു മനുഷ്യൻ്റെ കൂട്ടുകെട്ട് ആരോടായിരിക്കണം എന്നതിനെ മനസ്സിലാക്കേണ്ടത്. സ്വാലിഹീങ്ങളോടുള്ള കൂട്ടുകെട്ട് സ്വലാഹിയത്തിലേക്കുള്ളതാണ്. അതൊക്കെയാണ് നമ്മൾ സമസ്തൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ശംസുൽ ഉലമയെ പറ്റി പറയുകയാണ് ഞാൻ. ശംസുൽ ഉലമയോടുള്ള ബന്ധം നമ്മളെ സ്വാലിഹീങ്ങളിലേക്ക് ചേർക്കും, അതുറപ്പാണ്. കാരണം സ്വാലിഹീങ്ങളുടെ തെളിവ് മൗത്താണ് എന്ന് ഞാൻ പറഞ്ഞു. അത് നമ്മൾക്ക് സമസ്തയുടെ ഖാദിമീങ്ങളൊക്കെ പരിശോധിച്ചാൽ കാണാൻ പറ്റും. മരിക്കണ സമയത്ത് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാനാണല്ലോ നമ്മൾ അധ്വാനിക്കണത്. മരിക്കുമ്പോൾ 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലി സമസ്തയുടെ പ്രസിഡൻ്റായിരുന്ന ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ, അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ, അങ്ങനത്തെ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് സ്വാലിഹീങ്ങളുമായിട്ടുള്ള ബന്ധത്തെ എപ്പോഴും കൽബിൽ ഇങ്ങനെ കൊണ്ടുനടക്കണം. എല്ലാവരും പറയണത് കേൾക്കാൻ നിൽക്കരുത്. നല്ലവൻ ഉപദേശിക്കുന്നതാണ് നല്ല ഉപദേശം. അതായത് സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. എന്ത് പറഞ്ഞു എന്നതിനേക്കാൾ ആര് പറഞ്ഞു എന്നതാണ് നോക്കൽ പതിവുള്ളത്. അടുത്ത കാലത്തായിട്ട് അതിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞാന്ന് പറഞ്ഞാൽ നമ്മളെ മുൻഗാമികൾ തീരുമാനിച്ചത് എന്നാൽ പിന്നെ അതേക്കാരം ശരി, കാരണം ഷാഫി ഇമാം പറഞ്ഞാണല്ലോ. പുതിയ തലമുറ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അതിപ്പോൾ ശരിയായിക്കോളണമെന്നൊന്നുമില്ല, ഈ ഹദീസ് മൂപ്പർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എന്നാ. ഇവനെ ഏതോ ഹദീസ് നൂലും ഇറങ്ങിയ മാതിരിണ്ട് പറഞ്ഞു കേട്ടാൽ. 10 ലക്ഷം ഹദീസുകൾ ഹിഫ്ദുള്ള ആളുകൾക്കാണ് ഹുജ്ജത്ത് എന്ന് പറയുന്നത്. 1000 ഹദീസ് ഹിഫ്ദുള്ള ആളുകൾക്കാണ് ഹാഫിൽ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഹുജ്ജത്താണ്. 1-2 ഹദീസല്ലത്, സനദ് ഉൾപ്പെടെയാണ്. സനദിൽ വന്ന ഓരോ ആളുകളുടെയും താരീഖ് ഉൾപ്പെടെയാണ്. അങ്ങനെയാണ് ഈ 10 ലക്ഷം ആവലെന്നെ അങ്ങനെയാണ്. 10 ലക്ഷം ഹദീസ് എന്ന് പറഞ്ഞാൽ ഒരു ഹദീസും ആ ഹദീസിൻ്റെ കുറേ അനുബന്ധം ഉണ്ടാവും. ഇപ്പം ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് നമ്മളെല്ലാവരും റിയാദ് സാലിഹിൽ ഓതിയ ഹദീസാണ്. ഒന്നാമത്തെ റിയാദ് സാലിഹിലെ ആദ്യത്തെ പാഠത്തിൽ തന്നെയുള്ള ഒന്നാമത്തെ ഹദീസാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഈ ഹദീസിന് കുറേ അനുബന്ധങ്ങളുണ്ട്. ഒന്ന്, ഈ ഹദീസ് അതിൻ്റെ ഒരു ബാക്കിയുണ്ട്. ഇന്നമാ ലിക്കുല്ലി ഇംറിഇൻ മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയാ യുസീബുഹാ ഔ ഇംറാത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. രണ്ടാമത്, ഈ ഹദീസിന് ഒരു അനുബന്ധ വിശദീകരണം ഉണ്ടാവും. ഈ ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തി സ്വഹാബത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതും ഹദീസാണ്. പിന്നെ ഈ ഹദീസിൻ്റെ മായനയായി മനസ്സിലാക്കിയിട്ടുള്ള സ്വഹാബത്തിൻ്റെ സംസാരങ്ങളുണ്ട്, അതും ഈ ഹദീസിൻ്റെ പട്ടികയിലാണ് ഉൾക്കൊള്ളുന്നത്. അങ്ങനെ ഓരോ ഹദീസുകൾക്കും ഒരുപാട് അനുബന്ധങ്ങൾ ഉണ്ടായിരിക്കും. ആ അനുബന്ധങ്ങളെല്ലാം ചേർന്ന് വരുമ്പോൾ അതൊരു വലിയ സംഭവമായിട്ട് മാറും. അതെല്ലാം ഹിഫ്ളാണ് എന്നാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയണത്. അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു എന്ന് നോക്കുന്നതിനേക്കാൾ ആര് പറഞ്ഞു എന്ന് നോക്കുന്ന ഒരു രീതിയാണ് പഴയ കാലത്തുള്ളത്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ പഴമക്കാരായ ആളുകൾ എന്നാൽ പിന്നെ അതേക്കാരം ശരി, നമുക്ക് മനസ്സിലാകായിട്ടേക്കാരം എന്നാണ് വെച്ചിരുന്നത്. അഹമ്മദ് കോയ ശാലിയാത്തി പറഞ്ഞാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ ആൾക്കാർ എടുക്കുന്ന തീരുമാനം എന്നാൽ പിന്നെ അതേക്കാരം ശരി, നമുക്ക് മനസ്സിലാകായിട്ടേക്കാരം എന്നാണ്.